നമസ്കാരം. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അടുക്കള ജോലിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ചോപ്പറിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതിന് നമുക്ക് പച്ചക്കറികളെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കിൻ്റെ ചോപ്പറാണ് കേട്ടോ ഇതാണ് ചോപ്പർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോട്ടറാണ്. ഇത് നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. ഇതാണ് ഒരു ഫൈബറിൻ്റെ ഒരു ലിഡാണ്. ഇതൊക്കെ അടയ്ക്കാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ്. അതേപോലൊരു ചെറിയൊരു സ്പാച്ചുലയുണ്ട്. ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമുക്കിത്. പിന്നെ ഇതാണ് ബ്ലേഡ്. ഇതിന് 4 ബ്ലേഡ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. സാധാരണ നമുക്ക് എന്താ പറയുക, ഇത് ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതുപോലെ ഒരു നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബൗളാണിത്, ഒരു ജാറ്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്യുന്ന സമയത്ത് ഇളകാതിരിക്കാൻ വേണ്ടി ഒരു വാഷർ പോലെ ഒരു സംഭവമുണ്ട്. ഈ ചോപ്പർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പം. നമുക്കങ്ങ് വെച്ച് കൊടുത്താൽ മതി, വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് സാധാരണ മറ്റ് സൈസ് ചോപ്പർ ഉണ്ടല്ലോ, അതുപോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഇത്ര ചെറുതാക്കണമൊന്നുമില്ല കേട്ടോ. ഞാനവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ചധികം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഈ സ്പാച്ചുല കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രം, നമുക്ക് അത്രയ്ക്കുള്ള ആവശ്യമല്ലേ ഉള്ളൂ. ഇതിട്ടിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെയാണ് ഇതിൻ്റെ മോട്ടർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഓണാക്കാം. 3 ബട്ടനാണുള്ളത്. അപ്പോൾ നമുക്ക് സാധാരണ ചോറിനൊക്കെ അയക്കുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ബട്ടൺ മാത്രം ഓണാക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ ഇത് സ്റ്റീൽ ആയതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഇതുപോലെ ഫൈബർ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അത് ഞാൻ കുറച്ച് വലുതെടുത്തത് കൊണ്ടാണ്. ചെറുതാണെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വലുത് വേണം, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വലുത് തന്നെ എടുത്തത്, ഈ ഒരു മോഡലെടുത്തത്. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് ഒരു ഒരു 10-20 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഫസ്റ്റ്, സെക്കൻഡ്, പിന്നെ തേർഡ്. നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്നും നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ഒന്ന് അരച്ചെടുക്കത്തില്ലേ, അതിന് വേണ്ടി മാത്രം ആ തേർഡ് ഇത് നമുക്ക് ഓണാക്കേണ്ട ആവശ്യമുള്ളൂ. ഇതേപോലെ നല്ല പൊടിയായിട്ട് ഒരു 10-20 സെക്കൻഡ് മാത്രമേ വേണ്ടൂ. ഇതുപോലെ പൊടിയായിട്ട് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ല രീതിയിൽ തന്നെ ഇവിടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ട് ഒരല്പം വലിയ കഷ്ണമായിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് നേരത്തെ ക്യാരറ്റ് ചെയ്ത് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഈ മോട്ടർ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ വെച്ചിട്ട്. അപ്പോൾ ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല, ഞാൻ മേടിച്ച് നല്ലൊരു സംഭവമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് ഈ കാണിക്കുന്നുണ്ട്, വളരെ പെട്ടെന്ന് നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് വളരെ കുറച്ച് ഉള്ളെങ്കിൽ നമുക്കിതുപോലെ ഇത് ഇളക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് എത്ര വളരെ പൊടിയായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ ഓണാക്കി കൊടുക്കുക, അത്രേ വേണ്ടൂ. അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 3ാമത്തെ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പച്ചക്കറി അരിയാനായിട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ചിക്കനൊക്കെ ഇടുന്ന സമയത്താണ് കേട്ടോ ഞാൻ 3ാമത്തെ ബട്ടൺ ഓണാക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതുപോലെ തന്നെ എത്ര സമയം ഞാൻ വിരലമർത്തുന്നുണ്ട് അത്രയും തന്നെ വേണ്ടു. ഇതിനിടയ്ക്ക് വെച്ച് നമുക്കിത് അരിഞ്ഞ് കിട്ടുന്നുണ്ട്, ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഇവിടെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്ര സമയമേ വേണ്ടൂ. കണ്ടോ, നല്ല പൊടിയായിട്ട്. സാധാരണഗതിയിൽ ഞാൻ ഇത്രയും ഇത് ചെറുതായി അരിയാറില്ല കേട്ടോ, കുറച്ചും കൂടി വലുതായിട്ട് തന്നെയാണ്. പിന്നെ ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ പറയേ വേണ്ട, നമുക്കൊന്ന് ടാപ്പ് തുറന്നിട്ട് പക്ഷേ ഉടനെ തന്നെ ഞാൻ കഴുകിയെടുക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പിടിച്ചിട്ട് കുറച്ച് ഇതായിട്ട് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബ്ലേഡ് ശരിക്കും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മൂർച്ചയാണ് ഇതിന് ബ്ലേഡിന്. ആദ്യം ഫസ്റ്റ് എൻ്റെ കൈയാണ് മുറിഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നമ്മളൊന്ന് സൂക്ഷിച്ചിട്ട് ഇതേപോലെ ടാപ്പൊന്ന് തുറന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, അടിപൊളിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാവുന്നതേ ഉള്ളൂ.
കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ക്യാരറ്റ്, തക്കാളി, ഉള്ളി, സബോള, പച്ചമുളക്, ഇതെല്ലാം നമുക്ക് ഇഞ്ചി, ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ.